അമർജിത്ത് കേൾക്കാവോ? കേൾക്കാം സർ. എക്സൈസ് 10.5 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ABCD എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? Sorry, not equilateral triangle, it is what a cyclic quadrilateral. Cyclic quadrilateral. പിന്നീട് ഇതിന്റെ രണ്ടിന്റെ ഡയഗണൽസ് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്? At point E. They are intersecting at point E. ആംഗിൾ DBC എത്ര ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്? Angle DBC is equal to 70 degree. ആംഗിൾ BAC ഇത് എത്ര ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്? 30 degree. ഓക്കെ. വേറെ എന്ത് തന്നിട്ടുണ്ട്? ആംഗിൾ AB എന്തിന് ഈക്വൽ ആണ്? AB is equal to BC. AB equal to BC ആണെങ്കിൽ AB is equal to BC ആണെങ്കിൽ ട്രയാങ്കിൾ ABC എന്താണെന്നാണ് അതിന്റെ അർത്ഥം? ഐസോസിലസ് അല്ലേ? സോ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസിലസ്. അപ്പൊ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെയാ? 30 degree. So therefore angle ACB is also how much? 30 degree. Angle ACB is how much? 30 degree. അപ്പൊ ആംഗിൾ ACB കിട്ടിയല്ലോ. നമുക്ക് വേണ്ട ആംഗിൾ ECD ആണല്ലേ? അതായത് ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിപ്പോ കിട്ടും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രയാങ്കിൾ ABC നോക്ക്. ട്രയാങ്കിൾ ABCയില് നമുക്കിപ്പോ രണ്ട് ആംഗിൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ. ഇത് 30, ഇത് 30 അല്ലെ? ട്രയാങ്കിൾ ABCയില് ആംഗിൾ ACB എത്രയാണ്? 30. ആംഗിൾ BAC 30. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾ ABC എത്രയാണെന്ന് കിട്ടും. വാട്ട് ഈസ് ആംഗിൾ ABC? 180 minus 30 plus 30 plus 30. 180 minus 60 how much? 120 degree. അപ്പൊ ഈ ആംഗിൾ ABC എന്ന് പറയുമ്പോൾ ഇത് ഇത്ര മൊത്തത്തിലല്ലേ ഇത്? അപ്പൊ അത് മുഴുവൻ എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി? 120 degree. അതിൽ കുറച്ച് ഭാഗം ഇവിടെ 70 ഇല്ലേ? അപ്പൊ ബാക്കിയുള്ള ഭാഗം അല്ലെങ്കിൽ വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ റിമൈനിങ് പാർട്ട്? ആംഗിൾ ABD അല്ലേ? ABD എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 120ൽ നിന്ന് 120 minus 70. അപ്പൊ എത്ര ഡിഗ്രി? 50 degree. അപ്പൊ ഇവിടുത്തെ ആംഗിൾ ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടിയതാ ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ? 50 degree. ഈ ആംഗിൾ ഏത് ആർക്കാണ് സബ്റ്റൻഡ് ചെയ്തത്? ഈ ആർക്കല്ലേ? ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്ത് ഇവിടുത്തെ ആംഗിൾ 50 ഡിഗ്രി. ഇതേ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന വേറൊരു ആംഗിൾ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ECD? ഇതായത് അല്ലെ? ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്ത് ഇവിടുത്തെ ആംഗിൾ 50 ഡിഗ്രി. അതുപോലെ ഈ ആംഗിളും ഏതാണ്? നമുക്ക് അതേ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്നതാണ്. ഏതാണ്? ആംഗിൾ ECD. സോ ആംഗിൾ ECD എത്ര ഡിഗ്രി തന്നെയാണ്? 50 degree. റീസൺ എന്താണ്? Angle subtended on the same segment are equal. Angle subtended in the same segment. Clear ആണോ? ഏത് സർ? ഓക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തേത്. If diagonals of a cyclic quadrilateral are diameter of the circle through the vertices of the quadrilateral, prove that it is a rectangle. If the diagonals of a cyclic quadrilateral are diameters of the circle through the vertices of the quadrilateral, prove that it is a rectangle. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അവര് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ഡയഗണൽസ് ഏതിലൂടെ പാസ് ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? Diameter of circle through ഡയമീറ്റർ എന്ന് പറയുന്നത് അത് ഏതിലൂടെ പാസ് ചെയ്യണം? ഡയമീറ്റർ എന്ന് പറയണമെങ്കിൽ ഏതിലൂടെ പാസ് ചെയ്യണം? ഏതാണ്? vertices of the quadrilateral. ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഡയഗണൽ AC എന്ന് പറയുന്ന ഡയഗണൽ ഡയമീറ്റർ ആവണമെങ്കിൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ എവിടെ കൂടെ പാസ് ചെയ്യുന്നത്? സെന്ററിലൂടെ. അപ്പൊ സർക്കിളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നത്. ഡയമീറ്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയമീറ്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ എപ്പോഴും? 90 degree. അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ നോക്കുക. ഡയമീറ്റർ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 degree. ഇവിടത്തെ ഇവര് പറഞ്ഞിട്ടുണ്ട് ഡയഗണൽസ് ലെറ്റർ വാട്ട്?
diameters. Appo AC diameter ayukonde, since AC is the diameter, AC is the diameter, angle ABC എത്ര ഡിഗ്രിയാ? 90 degree. Angle എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അതുപോലെ AC diameter ആയതുകൊണ്ട് ഇപ്പുറത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ആംഗിൾ ADC 90 degree. ഓക്കെ. ഇനി ഈ ഡയഗണലിന് പകരം ഇങ്ങോട്ട് ഇവിടെ നിന്നുള്ള ഡയഗണൽ ആണെങ്കിലോ ഏതൊക്കെ ആയിരിക്കും 90 ഡിഗ്രി ആവുന്നത്? Angle ABC. when BD എന്താണ്? BD ആണ് ഡയഗണൽ എങ്കിൽ, when BD is diagonal, ആംഗിൾ BCD എത്ര ഡിഗ്രി ആവും? 90 ഡിഗ്രിയും. അതുപോലെ ആംഗിൾ BADയോ 90 degree. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററൽ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും? 90 degree. Therefore, angle A equal to angle B is equal to angle C is equal to angle D. 4 ആംഗിൾസും 90 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ABCD എന്താണെന്ന് വിളിക്കാം? It's a rectangle. ABCD is a rectangle. Clear ആയോ? പെട്ടെന്ന് എഴുതിയത്. Sir, okay, അടുത്ത question. If the non-parallel sides of a trapezium are equal, prove that it is cyclic. ഒരു ട്രപ്പീസിയം, അപ്പൊ റഫ് ഫിഗർ ആണ് ഞാൻ വരയ്ക്കുന്നത്. AB, ഇതിലെ പാരലൽ സൈഡ്സ് ഇതൊക്കെ ഏതൊക്കെയാ? AB and DC. നോൺ പാരലൽ സൈഡ്സ് ഇതും ഇതുവാ. ഈ രണ്ട് സൈഡ്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില് AD എന്തിന് ഈക്വലാ? BC ഈക്വലാ. അതാണ് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. AD is equal to what? BC എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. We need to prove that this is cyclic. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെയല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്താണ്? We need to draw a construction. എന്ത് വരയ്ക്കണം? ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് draw BE parallel to AD. Draw BE parallel to AD. ഈ BE ഏതിന് പാരലൽ ആയിട്ട് വരയ്ക്കുക? BE ഏതിന് പാരലൽ ആയിട്ട് വരയ്ക്കുക? BE ഏതിന് പാരലൽ ആയിട്ട് വരയ്ക്കുക? AD. Draw BE parallel to AD. അത് ഞാൻ ഡോട്ടഡ് ലൈൻ വെച്ച് വരച്ചല്ലോ. യെസ്. ഈ AB എന്ന് പറയുന്നത് ഏതിന് പാരലൽ? അതാ ഇതിന് പാരലൽ അല്ലേ? ഇത് ഇതിന് പാരലൽ. നമ്മൾ ഇപ്പൊ വരച്ച ഈ കൺസ്ട്രക്ഷൻ ഈ ലൈനിന് പാരലൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ AB ഏതിന് പാരലൽ? AB പാരലൽ ടു DE. AB DE പാരലൽ ആണ്. ഇപ്പൊ നമ്മൾ വരച്ചത് ഇതും ഇതിന് പാരലൽ. So therefore ഈ ഇതെന്താണെന്ന് വിളിക്കാം? ഇതിനെ ABED. ഒരു പാരലോഗ്രാം എന്ന് വിളിച്ചൂടെ? ABED is what? Parallelogram. Parallelogram. ABED is called as a parallelogram. ABED parallelogram ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ADയും BE എന്തായിരിക്കും? ഈക്വൽ അല്ലേ? പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ അല്ലേ? Opposite sides of a parallelogram. AD is equal to what? BE. Already AD എന്തിന് ഈക്വൽ ആണ്? AD is equal to BC. Already AD BC ഈക്വൽ. അപ്പൊ ഇപ്പൊ AD BE ഈക്വൽ ആയി. ഓൾറെഡി AD BC ഈക്വൽ. അപ്പൊ ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് ഇതിൽ നിന്നും നമുക്ക് പറയാം. Can you call BE is equal to BC? അപ്പൊ BE എന്തിന് ഈക്വലാ? BC. BE is equal to BC. അപ്പൊ ഈ ട്രയാങ്കിളില് ഈ BEC എന്ന് പറയുന്ന ട്രയാങ്കിളില് ഇപ്പൊ നമുക്ക് എത്ര ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? BE BC ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? അപ്പൊ അത് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ലേ? അതെ സർ.
ആംഗിൾ ബി ഇ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി സി. റീസൺ എന്താണ്? ഇത് എന്ത് ട്രയാങ്കിൾ ആയതുകൊണ്ട്? Isosceles triangle. ബി ഇ സി ഇസ് വാട്ട്? ഐസോസെലസ്. അതുകൊണ്ട് ആംഗിൾ ബി ഇ സി എന്തിന് ഈക്വൽ ആണ്? ഈ ആംഗിൾ ബി ഇ സി എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ബി സിക്ക് ഈക്വൽ ആണ്. നമുക്കിപ്പോഴും നമ്മുടെ ആൻസർ എത്തിയിട്ടില്ല. നമുക്ക് സൈക്ലിക് ആണെന്നാ പ്രൂവ് ചെയ്യണ്ട അല്ലേ? നോട്ട് റീച്ച് അവർ ആൻസർ. ഞാൻ ഈ ആംഗിൾ എക്സ് എന്ന് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ അല്ല എക്സ്. ഐ എം ഗിവിംഗ് ഇറ്റ് ആസ് വാട്ട്? എക്സ് ആൻഡ് എക്സ്. ഇനി ശ്രദ്ധിച്ചേ, ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇപ്പുറത്ത് ഇതിന് തൊട്ടടുത്തിരിക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 minus x. വെരി ഗുഡ്. സോ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? 180 minus x. This angle here is 180 minus x. 180 minus x. ഇത് 180 minus x ആണെങ്കിൽ ഇത് എന്താണ്? ഇത് ഒരു പാരലോഗ്രാം അല്ലേ ഇത്? അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു. ആദ്യം ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതാം. ആംഗിൾ എ ഇ ബി എത്രയാണ്? ആംഗിൾ എ ഇ ബി ഇപ്പൊ കിട്ടിയത് 180 minus x. നോട്ട് എ ഇ ബി, പേര് എഴുതിയത് ഡി ഇ ബി. ഇ ബി എന്ന് പറയുന്നത് എത്ര? 180 minus x. ഈ ആംഗിൾ ഡി ഇ ബിയും ഈ ആംഗിൾ ഡി എ ബിയും എന്താണ്? ഈക്വൽ അല്ലേ? കാരണം എന്താണ്? ഓപ്പോസിറ്റ് ഇന്റീരിയർ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് വാട്ട്? പാരലോഗ്രാം. അപ്പൊ ഈ ആംഗിൾ ഇവിടെ എത്ര ഡിഗ്രി ആണെന്ന് എഴുതാം? 180 degree minus x. ഇനി ഞാൻ അമർജിത്ത് മനസ്സിലാവാൻ വേണ്ടി നടുക്കത്തെ ലൈനൊക്കെ അങ്ങ് മായ്ക്കും. നടുക്കത്തെ ലൈൻ ഈ ആംഗിൾ എല്ലാം മായ്ച്ചു. നമ്മുടെ ഒറിജിനൽ ഫിഗർ ഇതല്ലായിരുന്നു എ ബി സി ഡി. ഇതിലെ ആംഗിൾ എ എത്ര ഡിഗ്രിയാണ് ഇപ്പം? 180 degree minus x. ആംഗിൾ സി എന്താണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത്? 180 degree minus x. ആംഗിൾ സി എന്താണ്? x. ഈ രണ്ട് ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടുന്നുണ്ട്? 180 minus x plus x എത്ര ഡിഗ്രിയാ? 180 degree. 180 ഡിഗ്രി. രണ്ട് ആംഗിൾസിന്റെ സം, ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്ത് പേരിൽ വിളിക്കാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ എന്താണ്? സിൻസ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് വാട്ട്? Quadrilateral is equal to how much? 180 degree. Then ABCD is what quadrilateral? The cyclic quadrilateral. ABC is a cyclic quadrilateral. Clear now? What is it? Sir, easy sir. Okay, അടുത്ത ചോദ്യം, question number 9. Two circles intersect at 2 points B and C. Through B, two line segments ABD and PBQ are drawn to intersect the circles at AD and PQ respectively. Prove that angle ACP is equal to angle QCD. ഫിഗർ കുറച്ച് കോംപ്ലക്സ് ആണ് കേട്ടോ.
ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എ സി പി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ സി. അതായത് നമുക്കതാ ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും അല്ല, ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. എളുപ്പമാണ്, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ടു സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് 2 points B and C through the two line segments ABD and PBQ. അല്ലേ? ആ ലൈൻ സെഗ്മെന്റ്സ് കണ്ടോ? ABDയും അതുപോലെ PBQയും. They are drawn to intersect the circle at A, D and P respectively. Prove that. Prove that angle ACP is equal to angle QCD. ഓക്കെ, അപ്പൊ അതിനായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എത്ര ഇത്? ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ഇത് ജോയിൻ ചെയ്യാണ്. ഇത് അത് ജോയിൻ ചെയ്യണ്ട. വേണ്ട വേണ്ട വേണ്ട, എളുപ്പോ. നോക്ക്, ഈ ആർക്ക് കണ്ടോ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് ആർക്ക്? AP. ആ AP എന്ന് പറയുന്ന ആർക്ക് സബ്ടെൻഡ് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ C. ആംഗിൾ CAP അല്ല, ആംഗിൾ CAD. ആ ആംഗിളിന്റെ പേര് പ്രോപ്പർ ആയിട്ട് പറഞ്ഞ മര്യാദയ്ക്ക്. മിണ്ടാതിരിക്കാനല്ല പറഞ്ഞത്, ആംഗിളിന്റെ പേര് പറയാനാ. ACP. അതിന് ആദ്യം പിന്നെ മാറ്റി തിരിച്ചൊക്കെ CAP എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏതാണ് ആംഗിൾ? ആംഗിൾ ACP. ഈ AP എന്ന് പറയുന്ന ആർക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആംഗിൾ ആണ് ആംഗിൾ ACP. അതേ ആംഗിൾ ആംഗിൾ ABP ഇവിടെയും. സോ ആംഗിൾ ACP എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ABP. റീസൺ എന്താണ്? ആംഗിൾസ് ഇൻ ദി same segment. So angles in the same segment. So these two angles are equal. അതുപോലെ ഇപ്പുറത്ത് നോക്ക്, അവിടത്തെ DQ എന്ന് പറയുന്ന ആർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? അതായത് CDQ. ആംഗിളുടെ പേര് മര്യാദയ്ക്ക് പറയാൻ എന്താണ് അമർജിത്തിന് പ്രശ്നം? ആംഗിൾ DCQ. ആംഗിൾ DCQ എന്തിന് ഈക്വൽ ആണ്? ഇവിടെ ഈ DQ എന്ന് പറയുന്ന ആർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ അല്ലേ ആംഗിൾ DBQ. അപ്പൊ ആംഗിൾ DCQ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ DBQ. റീസൺ സെയിം ആണ്, ഞാൻ അതുകൊണ്ട് ഡിറ്റോ ഇട്ടത്. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. അവിടെ നിൽക്കട്ടെ. ഈ ഫസ്റ്റ് വണ്ണിന്റെ റൈറ്റ് സൈഡ് ഏതാണ്? ആംഗിൾ ABP. ആംഗിൾ ABP ഇതല്ലേ? അതുപോലെ സെക്കൻഡ് വണ്ണിന്റെ റൈറ്റ് സൈഡ് ഏതാണ്? ആംഗിൾ DBQ. അത് ഇതല്ലേ? ഈ രണ്ട് ആംഗിൾസ് ആംഗിൾ ABPയും ആംഗിൾ DBQയും ആർ ദി ഈക്വൽ? ഈക്വൽ ആണോ? എന്താണ് റീസൺ? എന്താ ഇങ്ങനെ ഒരു രണ്ട് ലൈനിന്റെ അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ റീസൺ എന്താണ്? vertically opposite angles. അപ്പൊ ആംഗിൾ ABP is equal to angle DBQ. Reason they are vertically opposite angles ആണല്ലോ. യെസ്. അപ്പോ from 1 and 2, from 1 and 2, from 1 and 2, ഇതിൽ നിന്ന് നമുക്ക് രണ്ടിടത്തും എന്ത് എഴുതാം? ഈ റൈറ്റ് സൈഡ് രണ്ട് ഈക്വൽ അല്ലേ ആംഗിൾ ABPയും ആംഗിൾ DBQയും. യെസ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഏതൊക്കെ ഈക്വൽ ആണ്? therefore angle ACP is equal to angle DCQ.
ആംഗിൾ എ സി പി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി സി ക്യൂ. അതല്ലേ ചോദ്യം പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അടുത്തത് ദിവസം വായിക്കും. If circles are drawn taking two sides of a triangle as diameters, prove that the point of intersection of the circle lie on the third side. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടെന്ന് വെച്ചോളൂ. അതിൽ രണ്ട് സൈഡ്സ് ഞാനിപ്പോ എടുക്കുകയാണ്. ഏതൊക്കെയാ? എ ബിയും എ സിയും. ഈ രണ്ട് സൈഡ്സ് വെച്ചിട്ട് ഞാൻ എന്ത് വരയ്ക്കുകയാണ്? രണ്ട് സൈഡ്സ് ഡയമീറ്റർ ആക്കി വെച്ചിട്ട് ഞാൻ എന്ത് വരയ്ക്കുകയാണ്? I'm drawing a circle from that. Okay. ആ രണ്ട് സൈഡ്സും എന്താണ് ഡയമീറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് എന്താണ് ഡ്രോയിങ് സർക്കിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഇനി ഇതിപ്പോ ഏത് ഡയമീറ്റർ ആയിട്ടാ വെച്ച് വരച്ചിരിക്കുന്നത്? എ ബി അല്ലേ? എ ബി എന്ന് പറയുന്ന സൈഡ് ഡയമീറ്റർ ആയിട്ടല്ലേ ഇപ്പൊ സർക്കിൾ വരച്ചിരിക്കുന്നത്. ഇനി അപ്പുറത്ത് ഞാൻ ഏത് വരയ്ക്കുകയാണ്? ആംഗിൾ എ സി എന്ന് പറഞ്ഞു. ആംഗിൾ എ സി എന്തോന്ന് വിളിച്ച് പറയാ? സൈഡ് എ സിനെ ഡയമീറ്റർ ആക്കി വരണം. സൈഡ് എ സി, അതിന് ആംഗിൾ എങ്ങനെയായി നേരത്തെ പറഞ്ഞപ്പോ? അപ്പൊ സൈഡ് എ സി വെച്ചിട്ട് ഇവിടെ ഒരു സർക്കിൾ വരച്ചല്ലോ ഡയമീറ്റർ ആക്കി വെച്ചിട്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ഈ രണ്ട് സർക്കിൾ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടോ? എവിടെ മീറ്റ് ചെയ്യുന്നേ? അത് ഏത് സൈഡിലാ? മൂന്നാമത്തെ സൈഡിൽ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് വരച്ചപ്പോ കിട്ടി. ഇത് പ്രൂവ് ചെയ്യണം, ഇത് ഇങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഈ ഫിഗർ വരച്ചതിന് ശേഷം ഏത് ജോയിൻ ചെയ്യുക? ഇത് ജോയിൻ ചെയ്യുക, ഈ ലൈൻ ജോയിൻ ചെയ്യുക. ഫിഗർ വരച്ചതിന് ശേഷം ഈ എയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, എയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തല്ലോ. അതിനൊരു പേര് കൊടുക്കുക. ഓക്കെ, എ എം എന്ന് പേര് കൊടുത്തോ. ഈ എ ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള സർക്കിൾ നോക്കാം. അതിന്റെ ഡയമീറ്റർ ഏതാ? ഡയമീറ്റർ എ ബി. അപ്പൊ എ ബി എന്ന ഡയമീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്? 90 ഡിഗ്രി. സോ therefore ആംഗിൾ ബി എ എന്താണ്? ബി എം എ. ആംഗിൾ ബി എം എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ എ ബി is the diameter. Therefore angle BMA, angle BMA is equal to how much? 90 ഡിഗ്രി. അതുപോലെ അപ്പുറത്തെ റൈറ്റ് സൈഡിലുള്ള സർക്കിളിന്റെ ഡയമീറ്റർ ഏതാ? എ സി അല്ലേ? അപ്പൊ എ പി ആണ് റൈറ്റ് സൈഡ് ഡയമീറ്റർ എങ്കിൽ therefore ഏതാണ് ആംഗിൾ? ഇവിടുത്തെ ആംഗിൾ ആംഗിൾ എം സി. ആംഗിൾ എ എം സി എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ ഇപ്പുറത്തെ ആംഗിൾ ബി എം എ 90 ഡിഗ്രി, ഇപ്പുറത്തെ ആംഗിൾ എ എം സി 90 ഡിഗ്രി. വാട്ട് ഇസ് ദ സം ഓഫ് ദീസ് ടു ആംഗിൾസ്? ഒന്ന് കൂട്ടി നോക്കിയേ. ആംഗിൾ ബി എം എ പ്ലസ് ആംഗിൾ എ എം സി ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? 90 പ്ലസ് 90 180 ഡിഗ്രി. രണ്ട് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ ആ രണ്ട് ആംഗിൾസും ചേർന്ന് കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ എന്നല്ലേ അതിന്റെ അർത്ഥം? Therefore BMC is what? Straight line. BMC straight line ആണ്. അതായത് ഇതിന്റെ ഈ രണ്ട് സർക്കിൾസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഏതാണ്? M. M ഏതിൽ ലൈ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം? M lies on the third സൈഡ് ആയിട്ടുള്ള ബി സിയിലാണ് M ലൈ ചെയ്യുന്നത്. എഴുതിയെടുക്കും.
Sir, easy, sir. Okay. So next question. ABC and ADC are the two right triangles with common hypotenuse AC. Prove that angle CAD is equal to angle CBD. Okay, ABC and ADC are two right triangles with a common hypotenuse AC. രണ്ടിന്റെ hypotenuse AC ആണ്. അപ്പൊ അതാ ഞാൻ ആദ്യം ഒരെണ്ണം വരച്ചു. ഇത് ഏതാ ട്രയാങ്കിൾ? ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാ? ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാ? AC. കേൾക്കാത്തോണ്ട് ഒന്നുകൂടെ ചോദിച്ചെന്നുള്ള തെറ്റെന്നല്ല അതിന്റെ അർത്ഥം. AC. ആംഗിൾ ബി 90 ഡിഗ്രി ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന സൈഡ് ആണ് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോ അത് ഹൈപ്പോട്ടന്യൂസ് ആണ് ഏതിന്റെ? നമ്മുടെ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് AC. ഇനി അടുത്ത രണ്ടാമതൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല അമർജിത്ത്. ക്വസ്റ്റ്യന്റെ തുടക്കത്തിലേ ഉണ്ട് ആ പേര്, പിന്നെ ഭയങ്കര പാടാണ് അത് വായിക്കാൻ അല്ലേ? അപ്പൊ രണ്ടാമത്തെ റൈറ്റ് ട്രയാങ്കിൾ ഏതാ? ADC. ആ, അപ്പൊ അതിന്റെയും ഹൈപ്പോട്ടന്യൂസ് ആരാണെന്ന് പറഞ്ഞിരിക്കുക? AC. ആ, അപ്പൊ ഇത് 90 ഡിഗ്രി. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? Angle CAD is equal to angle CBD. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആംഗിൾ CAD ഇതാണ്. പിന്നീട് ഏതാണ് പ്രൂവ് ചെയ്യണ്ടേ? ആംഗിൾ ഇതൊരു ക്വാഡ്രിലേറ്ററൽ അല്ലേ? ഇപ്പൊ കേക്കാവോ? ABC ഒരു ക്വാഡ്രിലേറ്ററൽ അല്ലേ? ആ ക്വാഡ്രിലേറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആംഗിൾ ബിയും ആംഗിൾ ഡി എത്രയാണെന്നാ തന്നിരിക്കുന്നത്? ആംഗിൾ ബി 90 ഡിഗ്രി, ആംഗിൾ ഡി എത്ര? 90 ഡിഗ്രി. വാട്ട് ഈസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി? രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 90 പ്ലസ് 90 how much? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി how much? 180 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ ആ ക്വാഡ്രിലേറ്ററിനെ എന്ത് വിളിക്കാം? സിൻസ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം ഈക്വൽ ടു 180 ഡിഗ്രി, ആ ABCD എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററൽ എന്ത് ക്വാഡ്രിലേറ്ററലാ? സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ആ, ABCD is a cyclic quadrilateral. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു മീനിങ് എന്താണ്? ഇതിനെ നാലിനെ നമുക്ക് ഒരു സർക്കിളിന്റെ 4 വെർട്ടിസസ് ആയിട്ട്, ഒരു സർക്കിളിൽ 4 വെർട്ടിസസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചൂടെ? കാണിക്കാമല്ലോ. യെസ്. അപ്പൊ ഈ 4 വെർട്ടിസസും സർക്കിളിലാണ് ഉള്ളത് എന്നുള്ളതിന് നമുക്ക് എന്ത് കിട്ടി? പ്രൂഫ് കിട്ടി. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്ക് പ്രൂവ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ആംഗിൾ ആംഗിൾ CAD is equal to what? CAD is equal to angle CBD. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് ഈ ആർക്കിന്റെ ഈ CD എന്ന് പറയുന്ന ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലേ CAD? അതുപോലെ ആ CD എന്ന് പറയുന്ന ആർക്ക് ഇവിടെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ അല്ലേ CBD? അപ്പൊ ആർക്ക് CD subtends angle CAD and angle CBD. അപ്പൊ ഒരു ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ഒരേ സെഗ്മെന്റിലുള്ള രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? അപ്പൊ ആംഗിൾ CAD is equal to what? Angle CBD. ഓക്കെ, കഴിഞ്ഞോ? പെട്ടെന്ന് എഴുതിയെടുക്കും. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസിലെ അവസാനത്തെ ചോദ്യം. Prove that a cyclic parallelogram is a rectangle.
ഒരു സൈക്ലിക് പാരലോഗ്രാം. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഈ സർക്കിളിനകത്തിരിക്കുന്നത് എന്താണ്? ഒരു പാരലോഗ്രാം ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പാരലോഗ്രാം, ഇതൊരു പാരലോഗ്രാം. ഏതാണ് പാരലോഗ്രാം? ABCD അല്ലെ? ABCD is what? A parallelogram. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് അറിയാം. സോറി, പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണെന്ന് അറിയാം. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. പിന്നെ പാരലോഗ്രാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ആംഗിൾ എ ആംഗിൾ സി ഈക്വൽ ആണ്. അതുപോലെ ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഡി. നമുക്കിപ്പോ ഏതെങ്കിലും ഒരു പേർ മതി. ഞാൻ ആംഗിൾ എയും ആംഗിൾ സി എടുക്കുക. ഇതൊരു ആംഗിൾ എ ആംഗിൾ സി ഈക്വൽ ആണല്ലോ. നമുക്കറിയാം ഓപ്പോസിറ്റ് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എത്ര ഡിഗ്രി ആണ്? 180 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ ആംഗിൾ സി ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സിയുടെ സ്ഥാനത്ത് ആംഗിൾ എ കൊടുത്തൂടെ? അപ്പൊ 2 ആംഗിൾ എ എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണെന്ന് കിട്ടും? 180 divided by 2. അപ്പൊ 180 ഡിവൈഡഡ് ബൈ ആംഗിൾ എ ഇത് 90 ഡിഗ്രി. അപ്പൊ ഇതോ 90 ഡിഗ്രി. ബാക്കിയുള്ളത് 90 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരെണ്ണം പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇൻ പാരലോഗ്രാം ABCD എന്ന് പറയുന്ന പാരലോഗ്രത്തില് നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി. Therefore ABCD എന്തെന്ന് വിളിക്കാം? ABCD can also be called as what? Rectangle. Okay, clear ആണോ? ആ.